Hello everyone, welcome to Everest Base Camp Trekking Part 1. ഇതാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ വാർഷിംഗിരി. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് തമിഴിലെത്തുക. തമിഴിലെ ഈ ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കും എവറസ്റ്റ് ട്രക്കിങ്ങും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇവിടെ തമിഴിൽ വന്നതിന് ശേഷമാണ് യാത്ര ആരംഭിക്കുക. ഇന്ന് രാത്രി ഇവിടുന്ന് രാംചപ്പ് എയർപോർട്ടിലേക്ക് പോകണം. രാംചപ്പ് എയർപോർട്ടിൽ നിന്നും ലുക്ലയിലേക്ക് ഫ്ലൈറ്റിലാണ് യാത്ര. രാത്രി ഒരു 10:30 മണിക്കുള്ളിൽ നമ്മളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വാനിൽ ഏകദേശം ഒരു 6-7 മണിക്കൂറോളം രാംചപ്പിലേക്ക് യാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ടൗണൊന്ന് എക്സ്പ്ലോർ ചെയ്യുക, തമിഴൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നും അതുപോലെ തന്നെ ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൂടെയൊക്കെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു ട്രക്കിംഗ് കൂടിയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വല്ലതും മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും തമിഴിൽ നമുക്ക് കിട്ടുന്നതാണ്. തമിഴെന്ന് പറയുന്നത് ഏകദേശം ഒരു 1300 മീറ്ററോളം സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാഠ്മണ്ഡുവിലെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തമിഴ്. പുരാതന ഇന്ത്യ ടിബറ്റ് ട്രേഡ് റൂട്ടിലെ ഒരു പുരാതന ട്രേഡ് സെൻറ്റർ കൂടിയാണ് തമിഴ്. ഷോപ്പിംഗ്, ഫുഡ്, നൈറ്റ് ലൈഫ് ഇതൊക്കെയാണ് തമിഴിൻ്റെ പ്രധാന അട്രാക്ഷൻ. ഷോപ്പേഴ്സ് പാരഡൈസ് എന്നാണ് തമിഴിനെ വിളിക്കുക. എവറസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നവരും ബേസ് ക്യാമ്പ് തുടങ്ങി ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായിട്ടുള്ള നോർത്ത് ഫേസ്, മൗണ്ടൻ ആഡ്വെയർ, കൊളംബിയ, മർമോത്ത് ഇങ്ങനെ തുടങ്ങിയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും ഇനി ചീപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഇവിടെ തമിഴിൽ അവൈലബിൾ ആണ്. വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ മൂന്നാളും നിൽക്കണം. പള്ളി ഗ്രൂപ്പിലൊന്ന് കുരുട്ടിച്ച ഇപ്പോൾ ലഞ്ച് കഴിക്കാനും അതുപോലെ തന്നെ ട്രക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനൊക്കെ വേണ്ടി നമ്മുടെ ഗൈഡ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. I will do the costing and send it to you, but this is definitely not possible right now. ഇനി സ്ലീപ്പിംഗ് ബാഗ് കൂടെ വാങ്ങണം. അത് അത്യാവശ്യം റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ റെൻറ്റിന് എടുക്കുക എന്നുള്ളൊരു തീരുമാനമാണുള്ളത്. ട്രക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെൻറ്റിനും ഇവിടെ നിന്ന് ലഭിക്കും. മുകളിലേക്ക് കയറുന്തോറും തണുപ്പ് കൂടുതലായിരിക്കും. അവിടെ ടീ ഹൗസസുകളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലാങ്കറ്റുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എന്നാലും സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായി എന്നാൽ അത് നല്ലതായിരിക്കും.
റൊട്ടി എങ്ങനെയുണ്ട് ബിരിയാണി? इन्हें तो रेडी है, ठीक है? तो रोटी शोटी चाहे? का टाइम लगेगा, आप लोग जाके बोल के आइए रोटी चाहिए तो ബിരിയാണി വരണ്ട 2-3 രാംചപ്പിലേക്കുള്ള വഴിയാണ്. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, വണ്ടി ഒന്ന് പഞ്ചറായിട്ടുണ്ട്. അപ്പോൾ നേപ്പാളിൽ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റോഡും കാര്യങ്ങളൊക്കെ കേടുന്നിട്ടുണ്ട്. ഫുള്ള് റോഡൊക്കെ ആകെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വണ്ടി ഒന്ന് പണി കിട്ടി, പഞ്ചറായിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറെ കൊണ്ട് മാത്രം നടക്കില്ല, എല്ലാവരും കൂടി ഇറങ്ങി പെട്ടെന്ന് തന്നെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ലോറികളാണ്. ഇതിൽ ഈ ഒരു സമയത്ത് ഫുള്ള് ലോറികളാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ഈ ഒരു സമയം. പഞ്ചറൊക്കെ ശരിയാക്കിയപ്പോൾ അടുത്ത പണിതാ. റോഡ് നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട്. അത്യാവശ്യം നീണ്ട വരി തന്നെ കാണുന്നുണ്ട് വണ്ടികളെ.